ഞാൻ പറഞ്ഞിരുന്ന ചില കാര്യങ്ങളുടെ നിജസ്ഥിതിയും അതുമായി ബന്ധപ്പെട്ട് കിട്ടിയിട്ടുള്ള ചില രേഖകൾ, ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വേണം ഈ കാര്യങ്ങൾ അന്വേഷിക്കാൻ. നിങ്ങൾ വിചാരിക്കുന്നതിൽ അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്നതിൽ ബഹുമാനപ്പെട്ട ഗവൺമെൻറ് വിചാരിക്കുന്നതിൻ്റെയൊക്കെ അപ്പുറമാണ് ADGP അജിത് കുമാറും സുജിത് ദാസും അടക്കമുള്ള സംഘത്തിലെ ആളുകളുടെ എണ്ണങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. സംസ്ഥാനത്തെ DGP പോലീസ് ചീഫ് ഒരു SIT ഉണ്ടാക്കി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതികൾക്ക് അപ്പുറത്തേക്ക് കാര്യങ്ങൾ പോവുകയാണ്. SITയുടെ കീഴിൽ നിരവധിയായ അന്വേഷണ സംഘങ്ങൾ പുതുതായി രൂപീകരിക്കപ്പെടേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അത്തരത്തിലുള്ള കുറേ കാര്യങ്ങൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ADGP അജിത് കുമാർ ഈ ചുമതലയിൽ നിന്ന് തെറിക്കുന്നതോട് കൂടിയിട്ട് ഇനിയും ഒരുപാട് ഉദ്യോഗസ്ഥരും ജനങ്ങളുമൊക്കെ തെളിവുകളുമായി രംഗത്ത് വരും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അദ്ദേഹം ആ പൊസിഷനിൽ ഇപ്പോഴും ഇരിക്കുന്നതിൽ ഞാൻ ഇതുവരെ അദ്ദേഹത്തെ മാറ്റി നിർത്തണം എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഇപ്പോൾ എൻ്റെ ബോധ്യങ്ങൾ അദ്ദേഹത്തെ മാറ്റി നിർത്തിയാൽ മാത്രം പോരാ, അദ്ദേഹത്തിൻ്റെ ഇനി അങ്ങോട്ടുള്ള നീക്കങ്ങൾ കൃത്യമായി ഇൻ്റലിജൻസിലെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ നിരീക്ഷിക്കണമെന്ന് കൂടിയാണ് എനിക്ക് ഈ ഗവൺമെൻറ്റിനോട് അഭ്യർത്ഥിക്കാനുള്ളത്. അതുപോലെയുള്ള കാര്യങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് പല വഴിക്കായിട്ട് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ തന്നെ നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ ഈ പുറത്തുവിടുന്ന കാര്യങ്ങൾ, ഇതിനേക്കാളും വലിയ 2-3 കാര്യങ്ങൾ ഇപ്പം നമ്മൾ സാമ്പത്തിക തട്ടിപ്പും കൊള്ളയടിപ്പും MDMA കടത്തും ഒക്കെ പറഞ്ഞിട്ടുള്ളത്. സാമ്പത്തിക മേഖലയിൽ ഇവർ നടത്തിയ കള്ളക്കളികളാണ് നമ്മൾ ഇതുവരെ പ്രതിപാദിച്ചത്. പക്ഷേ രാഷ്ട്രീയമായ അട്ടിമറികൾക്ക് കൂടി ഇവർ കൂട്ടുനിന്നിട്ടുണ്ട്. കേരളം സത്യമറിയാൻ കാതോർത്തിരുന്ന ചില കേസുകൾ അജിത് കുമാറിൻ്റെ നേതൃത്വത്തിൽ അട്ടിമറിക്കപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ വക്കും മൂലയെ കിട്ടിയിട്ടുള്ളൂ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട്. അധികം വൈകാതെ ബാക്കി തെളിവുകൾ കൂടി കിട്ടുന്നതോട് കൂടിയിട്ട് കേരളത്തിലെ അതിപ്രമാദമായ രാഷ്ട്രീയ കേസുകൾ, രാഷ്ട്രീയവുമായി അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ്റിനെ, ഒരു മുന്നണിയെ, പാർട്ടിയെ പോലും ബാധിക്കാൻ സാധ്യതയുള്ള കേസുകൾ അന്വേഷണം നടത്തി ജനങ്ങൾ പ്രതീക്ഷിക്കുന്നതിൽ, ജനങ്ങൾ ഇന്നതായിരിക്കും സത്യമെന്ന് കരുതിയിരുന്ന കാര്യത്തിന് വിപരീതമായി അങ്ങനെയല്ല എന്ന് ചില കേസുകൾ അട്ടിമറിക്കപ്പെട്ട് നമ്മളെപ്പോലെയുള്ള ആളുകളൊക്കെ അത്തരം കേസുകൾ ക്ലോസ് ചെയ്യുമ്പോൾ അന്തം വിട്ട് നിന്ന ചില കേസുകളുണ്ട്. കേസുകളുടെ പേരിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല. അതുകൊണ്ടാണ് പറയുന്നത്, ഇനിയും ADGP അജിത് കുമാറിനെ ആ പൊസിഷനിൽ ഇരുത്തിക്കൊണ്ട് ഇത്തരത്തിലുള്ള അദ്ദേഹത്തിൻ്റെ താഴെയുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിന് സമന്മാരായിട്ടുള്ള ഉദ്യോഗസ്ഥർ കേസ് അന്വേഷിക്കുന്നതിന് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം അവരുടെ ആത്മവിശ്വാസത്തിന് കുറവ് വരുത്തും എന്ന് ഞാൻ കരുതുകയാണ്. അപ്പം ഇതിൽ ഞാൻ ബഹുമാനപ്പെട്ട എൻ്റെ മൊഴിയെടുത്ത IG-യോട് കൊടുത്ത മൊഴിയിൽ മുഖ്യമന്ത്രിക്ക് കൊടുത്ത പരാതിക്ക് പുറമെയായി ഒരു കാര്യങ്ങൾ സൂചിച്ചിരുന്നു. അത് മലപ്പുറം പോലീസിലെ ഒരു മോഹൻദാസ് എന്ന് പറയുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ കുറിച്ചുള്ള എൻ്റെ ചില സംശയങ്ങളായിരുന്നു പറഞ്ഞിരുന്നത്. അതുമായി ബന്ധപ്പെട്ട് നൽകിയ ഒരു അവകാശ രേഖ, അതുമായി ബന്ധപ്പെട്ടാണെന്ന് ഇതിൻ്റെ കോപ്പി നിങ്ങൾക്ക് നൽകുന്നുണ്ട്. അതിൻ്റെ ഇതും നൽകാം. ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, വിവരാവകാശ രേഖയിലെ ചോദ്യം 1,
ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട് വിജിലൻസ് ആൻഡ് ആൻറ്റി കറപ്ഷൻ ബ്യൂറോ മലപ്പുറത്തിന് കൊടുത്ത ഒരു വിവരാവകാശ രേഖയാണ്. അതിൻ്റെ ഡേറ്റ് 19/9/2023. അതിൻ്റെ ആൻസർ നൽകിയിരിക്കുന്നത് 19/10/23 എന്ന് പറഞ്ഞാൽ കറക്റ്റ് 30 ദിവസത്തിനുള്ളിൽ നൽകിയ മറുപടിയാണ്. ഇതിൽ ശ്രീ മോഹൻദാസ് GSI സോൻസോ എന്ന ആൾ എന്ന് മുതലാണ് മലപ്പുറം വിജിലൻസ് യൂണിറ്റിൽ നിയമിതൻ ആയത്? നിങ്ങൾ വളരെ ഗൗരവത്തിൽ കേൾക്കേണ്ട സംഗതിയാണ്. അതിൻ്റെ ആൻസർ 1/6/2018 മുതൽ 13/2/23 വരെ, ഏകദേശം 5 കൊല്ലം. ചോദ്യം നമ്പർ 2, മോഹൻദാസ് ഏത് യൂണിറ്റിലേക്കാണ് ട്രാൻസ്ഫറായി പോയത്? ആൻസർ മലപ്പുറം ജില്ലാ പോലീസിലേക്കാണ്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. മലപ്പുറം ജില്ലാ പോലീസിലുണ്ടായിരുന്ന ഒരു ഉദ്യോഗസ്ഥനെ ഒരു ഓർഡറുമില്ലാതെ ഈ സുജിത് ദാസ് വിജിലൻസിൽ നിലനിർത്തിക്കൊണ്ട് 3 ചില്ലാനം വർഷം ഈ സൈബർ ഇന്റർസെപ്ഷൻ നടത്തിയ ഒരു വിഷയമാണിത്. അദ്ദേഹത്തിൻ്റെ ജോലി ജില്ലാ പോലീസിലാണ്. അതിൽ നിന്ന് ഒരറിവുമില്ലാതെ വിജിലൻസിൻ്റെ ഒരു ഓർഡർ പോലും ഇല്ലാതെയാണ് ഈ ജോലി ചെയ്യിച്ചിട്ടുള്ളത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, 2021 ഫെബ്രുവരി മാസം മുതൽ 2020 മാർച്ച് മാസം വരെ ശ്രീ മോഹൻദാസ് എന്നയാൾക്ക് മലപ്പുറം വിജിലൻസിൽ എത്ര GSEകൾ നൽകിയിട്ടുണ്ട്? GSE എന്ന് പറയുന്നത് ഗുഡ് സർവീസ് എൻട്രി. 11 GSE നൽകിയിട്ടുണ്ട്. നാലാമത്തെ ചോദ്യം, മോഹൻദാസ് എന്ന ആൾക്ക് 23 മാർച്ച് മാസം വരെ ഏതെല്ലാം ബഹുമതികൾ ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട് വിജിലൻസ് മേധാവിക്ക് റെക്കമെൻഡ് ചെയ്ത് അയച്ചിട്ടുണ്ട്? ബഹുമതികളുടെ പേര് ഇനം തിരിച്ച് രേഖപ്പെടുത്തി ലഭ്യമാക്കാമോ? ബഹുമതികൾ ശുപാർശ ചെയ്തിട്ടില്ല. അദ്ദേഹത്തിന് ബഹുമതി കിട്ടിയിട്ടുണ്ട്. കൺസേൺ ഡിപ്പാർട്ട്മെന്റ് ശുപാർശ ചെയ്യാതെയാണ് അതിലേക്കത് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അനലൈസ് ചെയ്യുമ്പോൾ അത് പെട്ടെന്ന് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. അഞ്ചാമത്തെ ചോദ്യം, മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയുടെ കീഴിൽ ജോലി ചെയ്യാൻ അനുവദിക്കാൻ, അതായത് വിജിലൻസിലുള്ള ഒരു വ്യക്തിക്ക് ഇദ്ദേഹത്തിൻ്റെ കൂടെ ജില്ലാ പോലീസ് മേധാവിക്ക് അനുവദിക്കാൻ ഏതെങ്കിലും പ്രത്യേക ഉത്തരവ് ലഭിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഉത്തരവിൻ്റെ പകർപ്പ്. 5 ഇല്ല, ഒരു ഉത്തരവില്ല. വിവരാവകാശ രേഖയാണ്. ഇതാരാ തന്നിരിക്കുന്ന അറിയാം നിങ്ങൾ? ഫിറോസ് M. ഷഫീഖ്, ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട്, കറപ്ഷൻ ആൻഡ് ആൻറ്റി ക്രൈം അഡ്മിനിസ്ട്രേഷൻ. ഈ 5 ലഭ്യമാക്കുകയില്ല. ആറാമത്തെ ചോദ്യം, എന്നയാൾക്ക് 2021 ഫെബ്രുവരി മാസം മുതൽ 2023 മാർച്ച് മാസം വരെ മലപ്പുറം വിജിലൻസിൽ ജോലി ചെയ്യുമ്പോൾ എന്തെങ്കിലും വിജിലൻസിൽ ജോലി ചെയ്യുമ്പോൾ എന്തെങ്കിലും ബഹുമതികൾ ലഭിച്ചിട്ടുണ്ടോ? മറ്റേ ജില്ലാ പോലീസാണ് ചോദിച്ച്. ബഹുമതികളുടെ പേര് ഇനം. 6 ഗുഡ് സർവീസ് എൻട്രി ഒഴികെ മറ്റു ബഹുമതികൾ ലഭിച്ചിട്ടില്ല. ഏഴാമത്തെ ചോദ്യം, മോഹൻദാസ് എന്ന ആൾക്ക് 2021 ഫെബ്രുവരി മാസം മുതൽ 2023 മാർച്ച് മാസം വരെ മലപ്പുറം ജില്ലാ വിജിലൻസിൽ ജോലി ചെയ്യുമ്പോൾ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് സേവനം ചെയ്യാൻ വിജിലൻസ് ഡയറക്ടറുടെ അനുമതി ലഭിച്ചിരുന്നോ? ഏഴാമത്തെ ചോദ്യം, ഇല്ല. എട്ടാമത്തെ ചോദ്യം, മലപ്പുറം ജില്ലാ പോലീസിൽ നിന്നും 32 ഗുഡ് സർവീസ് എൻട്രി ബഹുമതികൾ ലഭിച്ചിട്ടുള്ളതായി ആൻസറാണ് ഇല്ല. എട്ടാമത്തെ ചോദ്യം, 8 ചോദ്യമാണ് ഇതിൽ മൊത്തമായിട്ടുള്ളത്. ശ്രീ മോഹൻദാസ് എന്ന ആൾക്ക് 2021 ഫെബ്രുവരി മാസം മുതൽ മാർച്ച് 23 വരെ വിജിലൻസിൽ ജോലി ചെയ്യുമ്പോൾ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും സ്വീകരിച്ച ബഹുമതികൾ ഏതെല്ലാം? പോലീസ് ഡിപ്പാർട്ട്മെന്റ്, വിജിലൻസിൽ ജോലി ചെയ്യുമ്പോൾ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന്. മലപ്പുറം ജില്ലാ പോലീസിൽ നിന്നും 32 ഗുഡ് സർവീസ് എൻട്രി ബഹുമതികൾ ലഭിച്ചിട്ടുള്ളതായി അവിടെ നിന്നും അറിയിച്ചിട്ടുണ്ട്. വിജിലൻസ് എടുത്ത് പേരൊന്നുമില്ല, കൺസേൺ ഡിപ്പാർട്ട്മെന്റ് പേരില്ല, ജില്ലാ പോലീസ് അറിയിക്കുക. ആരെ? സുജിത് ദാസ് അങ്ങോട്ട് കൊടുക്കുകയാണ് ഗുഡ് സർവീസ് എൻട്രി. എല്ലാ നിയമങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ട് ഈ വ്യക്തിയെ ഈ പറയുന്ന ഇന്റർസെപ്ഷന് ഫോണുകൾ ചോർത്താൻ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അത് ഇപ്പോൾ അന്വേഷിക്കുന്ന ഈ ഗ്രൂപ്പ് അന്വേഷിക്കേണ്ടതാണ്. അത് നമ്മളെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം. ഇനി മാവോയിസ്റ്റുമായി ബന്ധപ്പെട്ട വിഷയം,
അതിൽ നിന്ന് ഫോൺ ചോർത്തിയ മറ്റു വിഷയങ്ങൾ, അതാണ് നമ്മൾ രണ്ടാമതായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്ന മറ്റൊരു കാര്യം. അത് ഇനിയിപ്പോൾ ഇവർ പരിശോധിക്കണം. ആരും ഉത്തരവില്ല. അദ്ദേഹം ASI ആണെന്ന് തോന്നുന്നു. ഇപ്പം SI ആയിട്ടുണ്ടാവണം ഒരുപക്ഷെ. അപ്പോൾ അതോടൊപ്പം മറ്റൊരു കാര്യം, നമ്മളെ മെയിൻ കാര്യത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പേ ATSമായി ബന്ധപ്പെട്ട കാര്യം കിടക്കുന്നതിന് മുമ്പ് ഒരു പ്രധാന കാര്യം ഇവിടെ പറയുമ്പോൾ ബഹുമാനപ്പെട്ട DGPക്ക് ഞാനൊരു കത്ത് നൽകിയിട്ടുണ്ട്. വിഷയം പൊന്നാനിയിലെ അതിജീവിത എന്ന് പറയുന്ന സ്ത്രീ നൽകിയ പരാതിയിൽ നടപടി എടുക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതിൽ പ്രധാനമായും DGPയോട് ഞാൻ കത്തിൽ സൂചിപ്പിച്ചിട്ടുള്ള കാര്യം, ഹേമ കമ്മീഷനുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, ഇപ്പോൾ ഇടതുപക്ഷ MLA ആയ മുകേഷിനെതിരെ 10-15 വർഷം മുമ്പത്തെ എന്തോ ഒരു മോശം പെരുമാറ്റം പറഞ്ഞുകൊണ്ട് FIR ഇട്ട് കേസെടുത്ത് അന്വേഷിക്കുകയാണ്. ഞാൻ ഈ കത്തിൽ സൂചിപ്പിച്ചതാണ്. ഇപ്പോൾ പൊന്നാനിയിലെ അതിജീവിത ഏതെങ്കിലും ഒരു ചാനലുകാരൻ പോയിട്ട് അടച്ചിട്ട മുറിയിൽ സ്വകാര്യമായിട്ട് അവരുടെ താല്പര്യപ്രകാരം എന്തോ ഒരു എന്താ പറയുക മുട്ടിൽ മരമുറി കേസിൽ ഈ ബെന്നി കേസ് അന്വേഷിച്ചിരുന്നു. ആ വൈരാഗ്യം തീർക്കാനാണ് ഇത് കെട്ടിച്ചമച്ചതുണ്ടാക്കിയതാണ് എന്ന ചില വാർത്തകൾ ചില ചാനലുകളൊക്കെ പുറത്തുവിട്ടിട്ടുണ്ട്. ഞാനതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയാണ്. കാരണം എനിക്കറിയാം, ഇത് സ്ത്രീകളുമായി ബന്ധപ്പെട്ട പരാതികളിൽ വളരെ സൂക്ഷ്മത പാലിച്ചുകൊണ്ടാണ് തന്നെയാണ് ഞാൻ പോകുന്നത്. പൊന്നാനിയിൽ നിന്നും പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ടവർ ഈ വിഷയം കുറേ മുമ്പ് എന്നോട് സംസാരിച്ചാണ്. അന്ന് ഈ കാര്യങ്ങളൊന്നും നടന്നു പോയിട്ടില്ല. പിന്നെ എന്നോട് സംസാരിച്ച പാർട്ടി ലീഡർഷിപ്പിനോട് അന്ന് ഞാൻ പറഞ്ഞത് പോലീസിൻ്റെ കാര്യത്തിൽ ഞാൻ ഇടപെടാറില്ല. നിങ്ങൾ പോലീസ് നിങ്ങൾ കൈകാര്യം ചെയ്യും, അല്ലാത്ത എന്താണെങ്കിലും ഞാൻ ഇടപെടാമെന്നൊരു 3-4 മാസം മുമ്പ് ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ വീണ്ടും ഈ വിഷയങ്ങൾ സുജിത് ദാസും അജിത് കുമാറുമായി ബന്ധപ്പെട്ട വാർത്തകളും പത്രക്കാരുടെ ഇടപെടലുകളും എൻ്റെ വാർത്താ സമ്മേളനങ്ങളും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ പുഴുക്കുത്തുകളുണ്ടെങ്കിൽ ഒഴിവാക്കും, നടപടിയെടുക്കുമെന്നുള്ള പ്രസ്താവനകളൊക്കെ കണ്ടപ്പോഴാണ് ഈ സ്ത്രീ പിന്നീട് ഒരു ആത്മവിശ്വാസത്തിൽ കടന്നു വരുന്നത്. നിങ്ങളിതിൽ മനസ്സിലാക്കേണ്ടത്, റിപ്പോർട്ടർ ചാനലിനെ കുറിച്ച് നിങ്ങൾ ആ പറഞ്ഞതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താ പറഞ്ഞത്? ഇവർ മൂന്നാളും വിനോദ് എന്ന് പറയുന്ന SI എടുത്ത് വീടിൻ്റെ കുടുംബ തർക്കവുമായി ബന്ധപ്പെട്ട പരാതി പൊന്നാനിയിലെ SHOയെ കാണാനാണ് ഈ സ്ത്രീ പരാതി കൊടുക്കാനാണ് പോകുന്നത്. ആ വിനോദ് മുട്ടിൽ മരമുറി കേസുമായി ബന്ധപ്പെട്ട് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നിങ്ങൾ പരിശോധിക്കണം. ഉണ്ടെങ്കിൽ നിങ്ങൾ പുറത്തു കൊണ്ടുവരണം. അപ്പോൾ ഒരു ബെന്നി എന്ന് പറയുന്ന ഓഫീസർ അവിടെ അന്വേഷിച്ചത് കൊണ്ട് ആ ബെന്നിയെ കൊടുക്കാനാണ് റിപ്പോർട്ടറിന് ഈ പണിയെടുക്കുന്നത് പറയുന്നതിൽ യുക്തിയുണ്ടോ എന്ന് നിങ്ങൾ പരിശോധിക്കാനാണ്. ആ പരാതിയുമായി പോയ CI സ്വത്ത് തർക്കമാണ്, വീട്ടിൽ താമസിക്കുന്ന വീടുണ്ട്, ഞാൻ വരാം, ഞാൻ വന്ന് കാണാമെന്ന് പറയാം. എന്നിട്ട് വരുന്ന എപ്പോഴാണ് കേസ് അന്വേഷിക്കാൻ? രാത്രി 10 മണിക്ക്. ആ സ്ത്രീയുടെ മൊഴി നിങ്ങൾ പരിശോധിക്കണം. അതിന് സൈനബ എന്ന് പറയുന്ന മറ്റൊരു സ്ത്രീ ഈ സ്ത്രീയെ പീഡിപ്പിച്ച് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ, സൈനബയെന്ന് തോന്നുന്നു, അവരെ ഒരു കൂട്ടുകാരി വീട്ടിലുള്ള രാത്രി 10 മണിക്കാണ്. ഇത്ര വലിപ്പമുള്ളൊരു കുട്ടിയാണുള്ളത്. ഹസ്ബൻഡ് ഗൾഫിലാണ്, മറ്റൊരു മകൻ പഠിക്കുകയാണ്. മോശമായി പെരുമാറി ഈ സ്ത്രീ കരയുന്നത് കണ്ടിട്ട് ഈ സ്ത്രീ അവരെ തടഞ്ഞു വെച്ചു. ആ സ്ത്രീയെ ഇപ്പോൾ സ്വാധീനിക്കുന്നുണ്ട്. ആ വീട്ടിലുണ്ടായിരുന്ന അന്നത്തെ സ്ത്രീയെ സ്വാധീനിക്കുന്നുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം. ഈ മോശമായി പെരുമാറി ഈ SHO ഒരാഴ്ച പിന്നെ ഒരു മറുപടിയില്ല, ഫോൺ വിളിച്ചാൽ എടുക്കില്ല. പിന്നെ അവർ ഈ പരാതി കൊടുക്കാൻ പോകുന്നത് എവിടെയാണ്? സ്വാഭാവികമായിട്ട് അവരെ സുപ്പീരിയറിൻ്റെ അടുത്താണ്. അത് നിർഭാഗ്യവശാൽ ഈ പറയുന്ന തിരൂര് DYSP ബെന്നിയായിപ്പോയി. ആ പൊസിഷനിൽ ബെന്നി അല്ലെങ്കിൽ ഈ സ്ത്രീ അവിടെ ഇരിക്കുന്ന DYSPക്കല്ലേ കൊടുക്കുക. അതാണ് നിങ്ങൾ ഇൻ്റർലിങ്ക് ചെയ്യാൻ നോക്കിയത്. അത് സത്യത്തിൽ ശരിയല്ല. നിങ്ങൾ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കണം. ബെന്നി ഈ വിഷയം പറയുമ്പോൾ ബെന്നി പറഞ്ഞ ഡയലോഗ്, ആ പരാതിയിൽ അവർ പറയുന്നത് ഇത് തേഞ്ഞു പോകുന്നില്ലല്ലോ. പിന്നെ ബെന്നി വരികയാണ് ആ വീട്ടിൽ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ആ കാര്യങ്ങൾ ആ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നുണ്ട്.
ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഇതിന് മറുപടി കിട്ടിയപ്പം ഈ സ്ത്രീ എന്ത് ചെയ്യും? ബന്ധപ്പെട്ട ഒരു SP ക്ക് പരാതി കൊടുക്കാൻ പറഞ്ഞു. അവൻ പല രൂപത്തിൽ കൈകാര്യം ചെയ്തു എന്ന് മാത്രമല്ല, കസ്റ്റംസിലെ ഒരു ഉദ്യോഗസ്ഥന് കാഴ്ച വെച്ചാൻ ശ്രമിച്ചു. അവിടുന്ന് വണ്ടിക്കൂലി 500 രൂപ വാങ്ങി ഞാൻ ഓടി രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞു. ഇതൊക്കെ ഇങ്ങനെ വെറുതെ പറയാൻ പറ്റുമോ? ഇത് അന്വേഷിക്കൂലേ? രണ്ടാമത്തെ ദിവസത്ത് ബൂമറാങ്ങാവൂലേ? ഇതുമായി ബന്ധപ്പെട്ട പൊന്നാനിയിലെ വളരെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കളാണ്. അവരുടെ വീട്ടിൽ വെച്ചിട്ടാണ് ഇൻ്റർവ്യൂ എടുത്തിട്ടുള്ളത്. വനിതാ സഖാക്കളുണ്ട്, 8ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും പഠിക്കുന്ന പെൺകുട്ടികളുണ്ട് അവിടെ ആ വീട്ടിൽ. അവരൊക്കെ ഇത് കേൾക്കുന്നുണ്ട്. എന്നിട്ട് ഒരു മരമുറി കേസിൽ ഈ ഉദ്യോഗസ്ഥൻ എന്നുണ്ടായിരുന്നു അവനെ കൊടുക്കാനാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ ലോജിക്ക് നിങ്ങളൊന്ന് ആലോചിക്കൂ. ദയവായി നിങ്ങളിത് തിരിച്ചു വിടരുത്. ഞാൻ തുടക്കം മുതലേ പറയുന്നുണ്ട്, ഇതിൽ നിങ്ങൾ സത്യസന്ധമായി നിന്നില്ലെങ്കിൽ ഇതിലെ കള്ളന്മാർക്ക് രക്ഷപ്പെടാൻ സാധിക്കും. അപ്പോൾ ബഹുമാനപ്പെട്ട DGPക്ക് കൊടുത്ത പരാതിയുടെ കോപ്പി നമുക്ക് നൽകുന്നുണ്ട്. ഇന്ന് 10 മണിക്കാണ്. ഇതിൽ ഞാൻ കൃത്യമായി പറയുന്നുണ്ട്. എന്താ പറഞ്ഞത്? സത്യസന്ധയായ വനിതാ IPS ഓഫീസർ ഈ പൊന്നാനി കേസിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ വെക്കണമെന്നാണ് പറഞ്ഞു. അവരൊന്ന് അന്വേഷിക്കട്ടെ. അവർ സത്യസന്ധമായി അന്വേഷിച്ചിട്ട് ഈ പറയുന്ന പോലെ MR അജിത് കുമാറൊക്കെ അവിടെ ഇരിക്കുമ്പം ഒരു വനിതാ IPS ഓഫീസർക്കും പരിമിതിയുണ്ട്, നമുക്കറിയാം. ഇപ്പം എന്താണ് ഇതിനൊക്കെ കവർ ചെയ്യാൻ വേണ്ടി അജിത് കുമാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഏതൊരു വാർത്ത ആരോ എൻ്റെ അടുത്ത് ഇപ്പോൾ വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ ഇതെല്ലാം അന്വേഷിച്ചിട്ട് തെറ്റാണെങ്കിൽ MLA പേരിൽ കേസെടുക്കണം. എടുത്തോട്ടേന്ന്. ഞാൻ ഒരു കേസും എനിക്കെതിരെ വരില്ല എന്ന് ഉദ്ദേശിച്ചൊന്നുമല്ല അതിന് ഇറങ്ങിയിട്ട് തിരിച്ചിട്ടുള്ളത്. എനിക്ക് അനവധിയായ പ്രതിസന്ധികൾ ഉണ്ടാകുമെന്ന് എനിക്കറിയാം. എന്നെ കൊടുക്കാൻ ഇവർ നോക്കും, ഇവനെ കുരിക്കാൻ നോക്കും, കള്ളക്കേസുകൾ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഇത് കാണുമ്പോൾ എന്താ എന്നെക്കുറിച്ചുള്ള ആദ്യം എന്താ ചെയ്തത്? ആ പോലീസ് ഓഫീസേഴ്സിൻ്റെ അസോസിയേഷൻ കഴിഞ്ഞിറങ്ങിയപ്പോൾ പറഞ്ഞത്, നിങ്ങളോടെന്താ പറഞ്ഞത്? ചോദിക്കൂ കഴിഞ്ഞ ചോദിക്കൂ. ഒരു ADGPയുടെ പെർഫോമൻസ് ആ പോലീസ് സമ്മേളനം കഴിഞ്ഞിറങ്ങുമ്പോൾ നിങ്ങൾ കണ്ടതാ? കഴിഞ്ഞു. എന്നാൽ ഞാൻ ഉത്തരം പറയാം. എന്നെ കുറിച്ച് പറഞ്ഞ എല്ലാ പരാതികളെക്കുറിച്ചും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് അന്വേഷിക്കാൻ ഞാൻ എഴുതി കൊടുക്കും. കഴിഞ്ഞില്ലേ? ഏതാവും സാധനം? ഏതാണ്? ഇപ്പം എന്താ ഇത്? ആളുകളുടെ മൈൻഡ് തിരിക്കുക. അന്ന് കേട്ടവനൊക്കെ തോന്നി, ഓ തിരക്കടില്ലല്ലോ, ഇയാളെന്നെ പറയാം എന്നെക്കുറിച്ച് അന്വേഷിച്ചത്. പാവം അല്ലേ? ഒരു ചെറിയ ശതമാനം ആളുകൾക്ക്. ഇന്നിപ്പോൾ എന്താ? ഈ പറഞ്ഞതൊക്കെ അസത്യമാണെങ്കിൽ പറഞ്ഞ MLAയുടെ പേരിൽ ക്രിമിനൽ പ്രോസിക്യൂഷൻ നടത്തണം. ആയിക്കോട്ടെ. അത് കേൾക്കുമ്പോൾ എന്താവുന്ന, ഓ അയാൾ അങ്ങനെ പറയണമെങ്കിൽ എന്തെങ്കിലും ഇല്ലാതെ പറയൂ അല്ലേ? ഇതാണല്ലോ നമ്മുടെ മനുഷ്യരുടെ ഒരു മൈൻഡ്. ഈ രീതിയിൽ ഇതിനെ തിരിച്ചു വിടുകയാണ്. അതുകൊണ്ട് ഞാൻ ആവർത്തിച്ച് പറയാണ്, ഇനി ADGP അജിത് കുമാറിനെ ലോ ആൻഡ് ഓർഡറിൽ ഇരുത്തിയിട്ട് ഈ കേസുകൾ അന്വേഷിച്ചാൽ ഈ പറഞ്ഞതുപോലെ PV അൻവറിനെ കുരിക്കാൻ തന്നെയാണ്. മനസ്സിലായില്ലേ? അതുകൊണ്ട് ബഹുമാനപ്പെട്ടത് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥരോട് ഈ നാടിന് വേണ്ടി പറയാണ്, ഈ തെളിവുകൾ PV അൻവറിൻ്റെ കയ്യിലൊന്നുമല്ല. നാളെ PV അൻവറിന് എന്തെങ്കിലും സംഭവിച്ചാലും ഈ കേസ് അവസാനിക്കില്ല. അതിന് കൃത്യമായ സെറ്റപ്പുകൾ ഞാൻ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുകയാണ്. എന്നെ ഇവരില്ലായ്മ ചെയ്താലും ഈ തെളിവുകൾ ഈ എയർലിങ്ങിൻ്റെ പല ഭാഗത്തും ഉണ്ടാകും. ആ സാധനം തിരിച്ചു വരും. ഇങ്ങനെയുണ്ട് ഒരു കളി. ഇതിനൊരു പരിധിയില്ലേ? എല്ലാ പരിധിയും ലംഘിച്ചിട്ടുണ്ട്. എല്ലാ പരിധിയും ഈ അജിത് കുമാറും സംഘവും. ഇതിൽ തന്നെ ഇനി വലിയ മീനുകളുണ്ട്. ഒട്ടനവധി ചെറിയ മീനുകളുമുണ്ട്. അപ്പോൾ ഇനി വരുന്നത് ഇതിലേറെ പ്രമാദമായ വിഷയത്തിലേക്കാണ്. ഫോണിൻ്റെ ഇൻ്റർസെപ്ഷനുമായി ബന്ധപ്പെട്ട പ്രധാനമായിട്ടുള്ള മറ്റൊരു വിഷയം, 2 ദിവസമായിട്ട് ബഹുമാനപ്പെട്ട IG കൊടുത്ത മൊഴിയിൽ ഞാൻ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. മുഖ്യമന്ത്രി കൊടുത്ത പരാതിയിൽ പെടാത്ത കാര്യത്തിൽപ്പെട്ട ഒരു കാര്യം അതാണ്. ഈ മാവോയിസ്റ്റുമായി ബന്ധപ്പെട്ട
UAPA ചുമത്തുന്ന രാജ്യദ്രോഹ കുറ്റം അന്വേഷിക്കുന്ന ഏജൻസികൾക്ക് ഇത്തരത്തിലുള്ള ഫോണ്, ഇൻ്റർനെറ്റ്, ഇമെയിലുകൾ, ടെലിഗ്രാമുകൾ തുടങ്ങിയിട്ടുള്ള എല്ലാതും പരിമിതമായ ഉദ്യോഗസ്ഥരുടെ പെർമിഷനോട് കൂടിയിട്ട് ഇത് ചോർത്തിയെടുക്കാൻ ലീഗലായിട്ടുള്ള റൈറ്റ് ഉണ്ട്. അതിൽ മാവോയിസ്റ്റുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അവർക്ക് നല്ല റൈറ്റ് ഉണ്ട്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ മാവോയിസ്റ്റ് മേഖലയിലുള്ള SP-മാർക്ക് ഈ സംവിധാനത്തോട് ഇന്ന ആളുകളുടെ ഫോൺ ചോർത്താൻ ആവശ്യപ്പെടാം. അപ്പോൾ അതിൽ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞത് ചെറിയ തെറ്റുകളുണ്ട് അതിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിൽ. ഇവിടെ ഒരു ATS സംവിധാനം, ആൻറ്റി ടെററിസ്റ്റ് സ്ക്വാഡ്, അതിൻ്റെ കീഴിലാണ് ഈ മാവോയിസ്റ്റ് വരുന്നത്. അത് സെൻട്രലിൻ്റെയും കൂടിയും ചെറിയൊരു ഒബ്സർവേഷനുള്ള ഏരിയയാണ്. അതിൻ്റെ രണ്ട് കേന്ദ്രമേ ഉള്ളൂ. കോഴിക്കോട്, വയനാട് എന്നൊക്കെ പറയുന്നത് അവിടെ നിന്ന് കേന്ദ്രങ്ങളില്ല. ഒന്ന് എറണാകുളമാണ്, രണ്ട് നമ്മുടെ അരീക്കോട് പഴയ MSP ക്യാമ്പ്. ഇന്ന് MSPക്കാർ അവിടെ ഇല്ല. അവിടെയുള്ളത് ഈ പറയുന്ന ATSൻ്റെ സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പാണ്, SGO. അവിടെയാണ് ഈ ഇൻ്റർസെപ്ഷൻ ടെലികമ്മ്യൂണിക്കേഷൻ സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. അത് ഒരാളുമായി ബന്ധമില്ലാതെ MSP ഗ്രൗണ്ടിൻ്റെ ഒരു മൂലയിൽ പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും മലപ്പുറം SP സുജിത് ദാസ് അദ്ദേഹത്തിൻ്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള ഈ ഇൻ്റർസെപ്ഷൻ മെഷീനുകൾ അവിടെ സ്ഥാപിച്ച അന്ന് തൊട്ട് ഞാൻ ഈ പറയുന്ന ഈ നിമിഷം വരെ 3 ആളുകളാണ് അതിൽ വർക്ക് ചെയ്യുന്നത്. ആ 3 ആളുകൾക്കും ഇതുവരെ ഒരു മാറ്റം വന്നിട്ടില്ല. ആരെ ഫോണും ചോർത്താം. കോടികൾ മുടക്കിയ ATSൻ്റെ ഇൻ്റർസെപ്റ്റ് ചെയ്യുന്ന ടെലികമ്മ്യൂണിക്കേഷൻ സിസ്റ്റമാണ്. അപ്പോൾ ഈ വാർത്തകൾ പുറത്തു വന്നപ്പോൾ ഞാൻ ഈ കാര്യങ്ങൾ ഫോൺ ചോർത്തുന്നുണ്ടെന്ന് പറയുമ്പോൾ പലരും എൻ്റെ വെൽവിഷേഴ്സ് ആയിട്ടുള്ള ആളുകൾ വിളിച്ച് ചോദിച്ചിരിക്കും, എന്താണ് നിങ്ങൾ ഈ പറയുന്നതിൻ്റെ ഒരു പരിധി വേണം കേട്ടോ, അത് നിങ്ങൾ ശ്രദ്ധിക്കണം. നല്ല രീതിയിൽ പറഞ്ഞതാണ്. അപ്പോൾ ഞാൻ ചിരിക്കും. അപ്പോൾ എനിക്ക് ഈ സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു വിവരം കിട്ടുന്നത്. ദുബായിലെ ഈ കള്ളക്കടത്ത് സംഘവുമായി ബന്ധപ്പെട്ട ഒരു ടീമിൽ ഈ കരിയർമാരുമായി ബന്ധപ്പെട്ട് ഈ സ്വർണം പൊട്ടിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ആദ്യമായിട്ട് ഞാനത് കേൾക്കുന്നത്. കസ്റ്റംസിനെ വെട്ടിച്ച് പുറത്ത് കിടന്ന സ്വർണം 10 ചില്ലാനം കിലോ ഉണ്ട്. ഈ പറയുന്ന ADM ഡാൻസഫ് ഗ്രൂപ്പ് പുറത്തുനിന്ന് അറസ്റ്റ് ചെയ്ത് അവിടെ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോയി ഇതുവരെ കേസ് ബുക്ക് ചെയ്തിട്ടില്ല, റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഒന്നായിട്ട് വിഴുകുന്ന കേസാണ് പറയുന്നത് കേട്ടോ. കേന്ദ്രത്തിൽ കൊണ്ടുപോയിട്ട് ഇവനെ ആദ്യം നന്നായി ഒന്ന് ഒതുക്കും. അങ്ങനെയാണല്ലോ, ജയിലിലേക്ക് ഒരു പ്രതി വരുമ്പം ഇപ്പോൾ വളരെ കുറവാണ്, ഇല്ലാതെ തന്നെ തോന്നുന്നുണ്ട്. ആദ്യം ജയിൽ വാർഡന്മാർ 4 ഇട്ടിടിക്കും. അതോട് കൂടിയിട്ട് വരുന്നവൻ്റെ കഥ കഴിയും. ഏത് പോക്കിരിയാണെങ്കിലും അവനൊന്ന് ഒതുക്കും. വാർഡന്മാർ ഒന്നുമില്ല, വെറുതെ ഇടിച്ച് മൂലക്കലാക്കിയിട്ട് അവനൊന്നും ഓൻ്റെ മാനസിക ശക്തി ഒന്ന് തകർക്കും. അത് ഇവരുടെ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ ഒരു ഓപ്പറേഷൻ്റെ ഒരു ഭാഗം അവൻ്റെ മുറയിൽ തകർക്കുക എന്ന് പറഞ്ഞതുപോലെ ഏത് കേസ് പിടിച്ചാലും ഇവൻ്റെ സ്വർണം തട്ടാൻ തന്നെ അവർ നിൽക്കുന്നത്. പക്ഷേ ആദ്യം ഒന്ന് ഇടിച്ച് പരിവാക്കും. അങ്ങനെ ഈ കാരിയറെ നന്നായി ഇടിച്ച് ഒന്ന് മൂലക്കലാക്കി അത് കഴിഞ്ഞതിന് ശേഷം അവന് ചായയും ബിസ്ക്കറ്റൊക്കെ കൊടുത്തു, കാര്യങ്ങൾ അവനോട് ചോദിച്ചറിഞ്ഞു. എന്നിട്ട് പിന്നെ നെഗോസിയേഷനാണ്. എന്താ നെഗോസിയേഷൻ? നിനക്ക് കാര്യമായിട്ട് എന്തെങ്കിലും ഞങ്ങൾ തരാം, ഈ കാര്യങ്ങൾ പുറത്ത് പറയരുത്, നിനക്ക് വേണ്ട സംരക്ഷണം ഞങ്ങൾ നൽകും. ഇവന് സ്ട്രോങ് ആയിട്ട് തയ്യാറായില്ല. ഇവനെ കുറച്ച് കരുത്തില്ല ഒരു കരിയറായിരുന്നു. അവൻ പറഞ്ഞു, ഞാനിത് തന്നാൽ ഇത് എവിടെ പോയി എന്ന് എനിക്കിത് കൊടുത്തു വിട്ടവരോട് എനിക്ക് സമാധാനം പറയേണ്ടതുണ്ട്. അപ്പോൾ നീ വഴിയിൽ നിന്ന് തട്ടിപ്പോയി എന്ന് പറഞ്ഞോ, അതിൻ്റെ സംവിധാനം ഞങ്ങൾ ഉണ്ടാക്കി തരാം. എന്ത്? ഇവനെ ഇറക്കിയിട്ട് ഇതിനെ തട്ടിക്കൊണ്ടുപോയി എന്നുള്ള സംവിധാനം അവരുണ്ടാക്കി കൊടുക്കും. അതുകൊണ്ട് ആരോ തട്ടിപ്പോയി എന്ന് നീ പറഞ്ഞാൽ മതി, അതിൽ നിനക്ക് പ്രശ്നമില്ല. ഇവ പറഞ്ഞാൽ എന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ചാൽ ഞാനത് പറയില്ല എന്ന് പറഞ്ഞു. ഞാനത് ചെയ്യൂല എന്ന് പറഞ്ഞു.
അത് കഴിഞ്ഞ് രാത്രി സുജിത് ദാസ് വരികയാണ്. സുജിത് ദാസ് വന്ന് അപ്പം സുജിത് ദാസ് SP ആണ് എന്നൊന്നും ഈ വന്ന പാസഞ്ചർക്ക് അപ്പം അറിയില്ല. ടീഷർട്ട് ഇട്ടിട്ടാണ് വന്നിരിക്കുന്നത്, കണ്ണട വെച്ചിട്ടില്ല. അങ്ങനെ ഇവനോട് പറഞ്ഞു, പറഞ്ഞതൊക്കെ നീ കേട്ടല്ലോ, നിനക്ക് നല്ലതാണ്, നിനക്ക് ജീവിക്കാനുള്ള സൗകര്യം ഉണ്ടാവും. നീ പറയുന്നത് ഈ സാധനം കാണാതെ പോയി എന്ന് പറഞ്ഞാൽ അവരോട് ഉത്തരം പറയാൻ കഴിയില്ലെന്നാണ്. അതിന് നീ പോകുന്ന വഴിക്ക് തട്ടിക്കൊണ്ടുപോയി എന്നതിൻ്റെ കേസ് ഞങ്ങൾ ഉണ്ടാക്കിത്തരാം. ഇവൻ വഴങ്ങിയില്ല. അപ്പോൾ സുജിത് ദാസ് പറഞ്ഞു, വണ്ടിയിലുണ്ട്, ലാപ്ടോപ്പ് എടുക്കുന്നുവെന്ന്. ഒരു മഫ്റ്റിയിലെ പോലീസുകാരൻ പോയിട്ട് ആ ലാപ്ടോപ്പ് എടുത്തിട്ട് വരികയാണ്. ആ ലാപ്ടോപ്പ് എടുത്ത് വന്നിട്ട് അവൻ്റെ മുന്നിൽ വെച്ചിട്ട് ഇവനോട് പറഞ്ഞ ഡയലോഗ്, നിനക്ക് ഞങ്ങളാരാന്നറിയില്ല, ഞങ്ങളെ പിന്നിൽ വലിയ കരുത്തുണ്ട്. ഇവിടെ എല്ലാ നേതാക്കന്മാരുടെയും മന്ത്രിമാരുടെയും എല്ലാ ഫോണും ഞങ്ങൾ ചോർത്തുന്നുണ്ട്. ഞങ്ങൾക്കെതിരെ ചെറുവിരൽ അനക്കിയാൽ ഈ സംസ്ഥാനം ഉണ്ടാവില്ല. ഇവിടെ ഭരണപക്ഷം ഉണ്ടാവില്ല, പ്രതിപക്ഷം ഉണ്ടാവില്ല, BJP ഉണ്ടാവില്ല. ഇവന് ഡയലോഗാ. ഇവനൊന്നും മനസ്സിലാവുന്നില്ല ഈ കരിയർക്ക്. അങ്ങനെ ലാപ്ടോപ്പ് വെച്ചിട്ട് ഇവർ ഇൻ്റർസെപ്റ്റ് ചെയ്ത ഫോൺ കോളുകൾ ഉത്തരവാദിത്തപ്പെട്ടവരുടെ അതിലെല്ലാവരും ഉണ്ട്. BJP നേതാക്കളുണ്ട്, ബഹുമാനപ്പെട്ട മുസ്ലിം ലീഗ് നേതാക്കന്മാരുണ്ട്, ഈ പറയുന്ന മന്ത്രിമാരുണ്ട്, എല്ലാവരും ഉണ്ടാവും. അപ്പം ഇവന് പരിചിതമായ ചില സൗണ്ടുകൾ കേരളത്തിൽ എല്ലാവർക്കും നമുക്കൊക്കെ അറിയുന്ന ശബ്ദമുണ്ടല്ലോ. അതിൽ ഭരണപക്ഷം പ്രതിപക്ഷവും അപ്പുറവും ഇപ്പുറമൊക്കെ ഉണ്ട്. ഈ എന്താ ടെലിവിഷൻ ചാനലിലെ വലിയ ആങ്കർമാരുടെ പരിചയമുള്ള ശബ്ദങ്ങളുണ്ട്. ഇതവന് കേൾപ്പിച്ചു കൊടുക്കുന്നത്. ഞങ്ങളുടെ അവസാനത്തെ ഡയലോഗ് എന്താ അറിയോ? മുഖ്യമന്ത്രിൻ്റെ വീട്ടിൽ അടിച്ചു വാരുന്ന സ്ത്രീൻ്റെ ശബ്ദം വരണ്ട, നിനക്ക് കേൾക്കണോ? ഒന്ന് നിന്നെ കൊല വിളിക്കും. അങ്ങനെ 3 കിലോ അവന് കൊടുത്തു, 7 കിലോ വരെ അടിച്ചു മാറ്റി. ഇവൻ സത്യസന്ധനായതുകൊണ്ട് ആ 3 കിലോ അതിൻ്റെ ഓണർക്ക് തന്നെ കൊടുത്തു. അവൻ കാര്യങ്ങൾ വിശദീകരിച്ചു. അപ്പോൾ അവിടുത്തെ വലിയ റാക്കറ്റിൻ്റെ ഭാഗമാണ്. അവർക്ക് പിറ്റേന്ന് സാധനം വരാണ്ട് അവരത് തുടരുന്ന ആളുകളാണ്. അവരത് സപ്രസ് ചെയ്തു, മിണ്ടിയില്ല, പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ളത്. ഈ വിഷയം ഞാൻ അറിയുന്നത് ഇതിൻ്റെ പിന്നാലെ നടക്കുമ്പോൾ ഒരു 1.5 മാസം മുമ്പാണ്. അതുകൊണ്ടാണ് ഞാൻ ഫോൺ കോൾ ചോർത്തുന്നുണ്ട് എന്ന് പറഞ്ഞിരുന്നത്. വേറെയും ചില വിവരങ്ങൾ സൈബർ വിങ്ങിൽ നിന്നൊക്കെ നമുക്ക് കിട്ടിയിരുന്നു. അതിനെ കോറിലേറ്റ് ചെയ്യുന്നതാണ് ദുബായിൽ നമ്മുടെ സുഹൃത്തുമായി ബന്ധപ്പെട്ട സുഹൃത്ത് ഈ വിവരം എൻ്റെ ഒരു ബന്ധുവിനോട് നേരിട്ട് പറയുന്നത്. അതവിടെ നിൽക്കട്ടെ. ഇതിൽ നിങ്ങൾ ഈ ATSൻ്റെ സംവിധാനം ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് നിങ്ങൾ. പിന്നെ ഈ സ്വർണ്ണക്കള്ളക്കടത്തുമായിട്ട് തന്നെ കസ്റ്റംസിലെ ഉയർന്ന ഉദ്യോഗസ്ഥർ നിരവധി തവണ പോലീസ് ADGPക്ക് കത്ത് നൽകിയിട്ടുണ്ട്. പോലീസ് ഈ ചെയ്യുന്നത് ശരിയല്ല, ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾക്കാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്, ഞങ്ങളാണ് അതിൻ്റെ അതോറിറ്റി, അത് ചെയ്യുന്നില്ല. വെളിയിൽ നിന്ന് സ്വർണ്ണനെ അവരങ്ങനെ പിടിക്കുകയാണെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യേണ്ടതും റിക്കവറി കൊണ്ടുവരേണ്ടതും പ്രിവെൻറ്റീവ് സെക്ഷനിലാണ്. ഇത് നിയമവിരുദ്ധമാണ്. അതുകൊണ്ട് ഇതിൽ നടപടി സ്വീകരിക്കണമെന്ന് ADGPക്ക് കത്ത് നൽകിയിട്ടുണ്ട്, നേരിട്ട് ഫോണിലും പറഞ്ഞിട്ടുണ്ട് എന്നാണ് എൻ്റെ ഇൻഫർമേഷൻ. ഇതൊക്കെ ഈ പറയുന്ന ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അന്വേഷണത്തിൻ്റെ ഭാഗമാക്കേണ്ടതാണ്. ഇനി ഈ പറയുന്ന കാര്യം ഇവിടെ നമ്മുടെ ഈ പറയുന്ന മാവോയിസ്റ്റ് SOG ഗ്രൂപ്പ് അരീക്കോട് അവിടെ ഇരിക്കുന്ന ഒരു AC ഉണ്ട്. എന്താണ്? അജിത്ത്, അസിസ്റ്റന്റ് കമാൻഡൻറ്റ്, കമ്മീഷണറല്ല, കമാൻഡൻ്റാണ് AC അജിത്ത്. ഈ പറയുന്ന സുജിത് ദാസിൻ്റെ ഈ ഗ്രൂപ്പിൽപ്പെട്ട നമ്പർ 2 അയാളാണ്. ആ 100 ജില്ലാൻ വരുന്ന കമാൻഡ് ഹൗസിൻ്റെ എല്ലാം ഈസ് ദ അസിസ്റ്റന്റ് കമാൻഡൻറ്റ്. സുജിത് ദാസ് ഇരിക്കുന്ന ആ കാലഘട്ടം തൊട്ട് അവിടെ ഇരിക്കാൻ തുടങ്ങിയതാണ്. അതിൻ്റെ ഹോൾ സൂപ്പർവിഷൻ ഈ കക്ഷിയാണ്. ഇത് ഇൻ്റർസെപ്റ്റ് ചെയ്യാനിരിക്കുന്ന കക്ഷികളിൽ നിങ്ങളുടെ പേര് നോട്ട് ചെയ്തോ? ജിനീഷ് KK,
പെൻ നമ്പർ 560428. ശരത് എസ്, പെൻ നമ്പർ 564544. മൂന്നാമത്തെ കക്ഷി ജയപ്രസാദ്, പെൻ നമ്പർ 561496. ഈ 3 പേരാണ് ഈ എന്താ പറയുക സീക്രട്ട് റൂമിൽ ഇവരാവശ്യപ്പെടുന്ന ഫോൺ കോളുകൾ ടാപ്പ് ചെയ്യുന്നതും ചോർത്തി കൊടുക്കുന്നതും റെക്കോർഡ് ചെയ്യുന്നതും. അത് അവരുടെ ഡ്യൂട്ടിയാണ്, ജോലിയാണ്, അത് നിയമപരമാണ്, അതാണ് അവരുടെ ജോലി. അപ്പോൾ ഇതിലെ നമ്പറുടെ കാരണം ഇവരെ ഫോണിൽ അധികം എസ് പിക്ക് വിളിക്കാൻ പറ്റില്ല, വേറെകൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇത് നമ്മളെ എന്താണ് ഇയാളുണ്ടായിരുന്നല്ലോ അപ്പം നമ്മൾ മരിച്ച പാകിസ്ഥാനിന് അമേരിക്ക പൊക്കിക്കൊണ്ട് നമ്മളെ പഴയ ഒസാമ ബിൻ ലാദൻ. ഇതിപ്പോൾ ദാവൂദ് ഇബ്രാഹിം എന്നൊന്നും വിടുകയാണ്. ഒസാമ ബിൻ ലാദന് കാരണം ടെലികമ്മ്യൂണിക്കേഷനിൽ നിന്ന് എല്ലാ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൽ നിന്നും ഇദ്ദേഹം ഈ പറഞ്ഞ മാതിരി എവിടെയെങ്കിലും പിടിക്കപ്പെടുമെന്നുള്ളവർക്ക് ദൂതന്മാരായിരുന്നു. കമ്മ്യൂണിക്കേഷൻ 500-1000 കിലോമീറ്റർ ആളുകൾ ഒരു 100 കിലോമീറ്റർ എടുത്ത് നടക്കും, അവിടുന്ന് ഇത് വേറൊരുത്തർ കൈമാറും. നമ്മളൊന്ന് വായിച്ച ആ അദ്ദേഹത്തിൻ്റെ ഓപ്പറേഷനെ കുറിച്ച് വായിച്ചതുപോലെ ആണ്. അതിൻ്റെ വേറെ ചെറിയൊരു രൂപമാണ്. ഇവർക്ക് ആവശ്യമുള്ള നമ്പറുകൾ, ഒഫീഷ്യൽ നമ്പറുകൾ അവർ ഒഫീഷ്യലായിട്ട് കൈമാറുന്നുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആളുകളുടെ ഇതെല്ലാം കൈകാര്യം ചെയ്യുന്ന നമ്പർ കൊടുക്കുന്നതും എടുക്കുന്നതും രൂപേഷ് എന്ന് പറയുന്ന ഒരു റൈറ്റർ ഉണ്ട് അവിടെ. ഇതൊക്കെ എന്താ ഇങ്ങനെ പബ്ലിക്കായി ഇനി പറയല്ല, നിവൃത്തില്ല. ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിക്ക് ഇതിൽ നിന്നൊന്നും ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഇത് വെളിപ്പെടുത്തേണ്ടി വരുന്നത്.